നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമംഗങ്ങളും മുഖം മിനുക്കാൻ പോവുകയാണത്രേ. നല്ല വാർത്തയല്ലേ? കേരളക്കരെ ആകെ കോരിത്തരിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വാർത്തയാണിപ്പോ. എങ്ങനെയാണാവോ മുഖം മിനുക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടേ മതിയാവും. ഇനി ഏത് പൗഡറാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞൂടാ കേട്ടോ. കഴിഞ്ഞ 8 വർഷത്തെ ഭരണം ദുർഭരണം എന്ന് പുറത്തിച്ചിരി പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഭരണത്തിനിടയ്ക്ക് പല പേരുകൾ സമ്പാദിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ പോലെ ഇത്രയധികം പേരുകൾ കേട്ട ഒരു മുഖ്യമന്ത്രി, പേരുകൾ കിട്ടിയ മുഖ്യമന്ത്രി എന്ന് വേണം തിരുത്തി പറയാം. ഇരട്ടച്ചങ്കൻ, നാസിസ്റ്റ്, അഹങ്കാരി, തന്നിഷ്ടക്കാരൻ, അങ്ങനെ ഒരുപാട് പേരുകൾ. എന്തോ മുഖം മിനുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹം തന്നെ ഇപ്പൊ ആ പേര് തൽക്കാലത്തേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം എടുത്ത് മാറ്റി. വിജയനിൽ നിന്ന് ദാസനിലേക്ക് ഒരു ചാട്ടമായിരുന്നു. വെറും ദാസനല്ല കേട്ടോ, കെ ദാസൻ, കേരളക്കരയുടെ സ്വന്തം എളിയ ദാസൻ എന്നാവും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും മുഖമിനുക്കലിന്റെ ആദ്യപടി എന്ന് തന്നെ നമുക്കതിനെ കണക്കാക്കാം. കഴിഞ്ഞ 8 വർഷത്തെ ഭരണം കൊണ്ട് ചില്ലറ പേരൊന്നും അല്ല അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭരണമാറ്റങ്ങളാണോ നമ്മൾ ഇനി പ്രതീക്ഷിക്കുക? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കാൻ ഏതാണ്ട് 40-ലധികം വാഹന വ്യൂഹങ്ങളാണ് അകമ്പടി സേവിക്കാൻ പോകുന്നത്. ഒരുപാട് വിവാദങ്ങൾ കേട്ട ഒരു അകമ്പടി സംഭവമാണിത്. ഈ 10-40 വാഹനങ്ങളുമായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നാടിനെ നയിക്കുന്ന, അതും അവരുടെ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്, തൊഴിലാളി പാർട്ടി. ആ തൊഴിലാളി സർക്കാരിന്റെ അമരക്കാരൻ എന്തിനാണ് ഇത്രയധികം വാഹന വ്യൂഹങ്ങളുടെ അകമ്പടി എന്ന് ഒരുപാട് ആൾക്കാർ വർഷങ്ങളായി ചോദിക്കുന്നു. ഖജനാവ് കാലിയാണെന്ന് പറയുമ്പോഴും ഇതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു പക്ഷേ മുഖമിനുക്കലിന്റെ ആദ്യ പടിയായിരിക്കാം ഇനി തൊട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുക. ഈ വാഹന അകമ്പടികളൊന്നും ഇല്ലാതെ ഒരു പോലീസിന്റെ എക്സ്കോർട്ടും അതോടൊപ്പം അത്യാവശ്യം ആംബുലൻസും പിന്നെ അദ്ദേഹത്തിന്റെ വാഹനവുമായിട്ടായിരിക്കാം ഇനി നാഷണൽ ഹൈവേകളിലൂടെ അദ്ദേഹം ചീറിപ്പാഞ്ഞു പോകാൻ പോകുന്നത്. ചെലവ് ചുരുക്കലിന്റെ ആദ്യത്തെ നടപടി ഇവിടെ നിന്ന് ചിലപ്പോൾ അദ്ദേഹം തുടങ്ങിയേക്കാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും. എന്താ അല്ലേ? അതിനുശേഷം അദ്ദേഹം ചിലപ്പോൾ കടന്ന് മുഖം മിനുക്കുന്നതിൽ രണ്ടാമത്തെ പടി എന്ന നിലയിൽ അദ്ദേഹം പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷനുകളായിരിക്കും. വേറൊന്നുമല്ല, കുറെ കാലങ്ങളിൽ കിറ്റ് കൊടുത്തും അരി കൊടുത്തും കുടുംബങ്ങളെ പറ്റിച്ചു. അവസാനം അതുങ്ങൾക്ക് കൊടുക്കാൻ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തരം താണുപോയി നമ്മുടെ ഭരണപക്ഷ സർക്കാർ. ഇനി പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാവുമായിരിക്കാം മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട്. കാരണം മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട് വല്ലയിടത്തുനിന്നും വായ്പ എടുക്കുകയോ, ഈ മുടങ്ങിക്കിടക്കുന്ന 1-2 മാസമല്ല 6-7 മാസത്തെയാണ് കേട്ടോ മുടങ്ങിക്കിടക്കുന്നത്. ആ മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകൾക്ക് കൃത്യമായിട്ട് ഈ പാവങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് എത്തുമായിരിക്കും. ജനങ്ങളെ അങ്ങനെ സന്തോഷിപ്പിക്കുമായിരിക്കും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ പിണറായി സഖാവിന്റെയും ടീമുകളുടെയും പരിപാടികൾ നടക്കുന്നിടത്ത് മറ്റ് പാർട്ടിക്കാർക്കൊന്നും പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ വന്ന് കാണാനോ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ കറുത്ത ഷർട്ട് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റേ യുവത്വ പാർട്ടി അല്ലെങ്കിൽ യൂത്ത് പാർട്ടി ഡിവൈഎഫ്ഐയോ SFIയോ ഒക്കെ ആൾക്കാരെ ചെടിച്ചിട്ടുകൊണ്ട് അടിക്കുക, പ്രത്യേകതരം ആയുധ മുറകളാണ് ഉപയോഗിച്ചിരുന്നത്, ഹെൽമെറ്റിന് തല്ലുക, ഇങ്ങനെയുള്ള പരിപാടികൾ. ഇങ്ങനെയുള്ള അക്രമാസക്തരായ ആൾക്കാരെ ചിലപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാക്കി ചിലപ്പോൾ അദ്ദേഹം മാറ്റിയേക്കുമായിരിക്കും. അവർക്ക് അതിനുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇനി എതിർ കക്ഷികളെ കാണുമ്പോൾ അല്ലെങ്കിൽ എതിർ പാർട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ ആലിംഗനമൊക്കെ ചെയ്ത് ഒരു സമാധാനത്തിന്റെ ഒരു കൂടാരം തന്നെ, ഒരു വർണ്ണ കൂടാരം തന്നെ ചിലപ്പോൾ നമ്മുടെ മുഖ്യന്റെ പാർട്ടി അംഗങ്ങളും ചിലപ്പോൾ ചെയ്തേക്കാം. സാധനങ്ങളുടെ വില തൊട്ടാൽ പൊള്ളുന്ന സാധന വിലയാണ് ഇന്നിപ്പോ കേരളത്തിൽ. ഖരഖരാദികളുടെ വിലകൾ അത്യധികം സ്പീഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നല്ല മാറ്റങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖം മിനുക്കലിന്റെ ലാസ്റ്റത്തെ പടിയായിരിക്കാം അത്. സാധനങ്ങൾക്കെല്ലാം ആൾക്കാർക്ക് കയ്യെത്തി പിടിക്കാവുന്ന അത്രയും മാത്രം വിലയിൽ ചിലപ്പോൾ ഇനി വിപണികളിൽ വന്നേക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. ആ ഒരു പ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പിണറായി സഖാവും അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളും ജനങ്ങൾക്ക് നൽകുന്നത്. പക്ഷെ ഈ പറയുന്നതൊന്നും എല്ലാ കാര്യങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേട്ടോ. പേര് സത്യമാണ്, കേദാസൻ എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ്. മറ്റു കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിലും ഒക്കെയും റിപ്പോർട്ടുകൾ വന്നതാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. എന്തായാലും പാർട്ടി മുഖം മിനുക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. പാർട്ടി മുഖം മിനുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇനി നല്ലൊരു നാളേക്ക്, നല്ലൊരു കേരളത്തിനായിട്ട് പുതിയ വൃത്തിയുള്ള, ആരോഗ്യം പുഷ്ടിയുള്ള, അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളുള്ള, സമ്പൽ സമൃദ്ധമായ, തൊഴിലില്ലായ്മ ഇല്ലാത്ത, കടമില്ലാത്ത പുതിയൊരു കേരളമായിരിക്കും ചിലപ്പോൾ നാളെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. അങ്ങനൊരു പ്രതീക്ഷയാണ് നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ അല്ല കെ ദാസൻ നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നതെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തട്ടെ. വീണ്ടും കാണാം. നന്ദി.